നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തീരദേശ മേഖലയടക്കം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കേന്ദ്ര സർക്കാർ. ഇതിനായാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് ടി.വി. രാജേഷ്. ബ്ലൂ ഇക്കോണമി തീരദേശവാസികളെ വേരോടെ പിഴുതെറിയുമെന്നും രാജേഷ്. തീരദേശ ഹർത്താൽ പൂർണ്ണം. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആശാവർക്കർമാർ. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ RMS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധം. നിർമ്മാണ മേഖലാ പ്രതിസന്ധിയിൽ സർക്കാർ കനിയണം. സംയുക്ത സമരസമിതി കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. പുഴമണൽ ശേഖരണത്തിലെ അവ്യക്തത നീക്കണമെന്ന് KP സഹദേവൻ. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തീരദേശ ഹർത്താൽ പൂർണ്ണം. ഫിഷറീസ് കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാപ്പിള ഹാർബറിൽ നടന്ന കടൽ സംരക്ഷണ ശൃംഖല CITU സംസ്ഥാന കമ്മിറ്റി അംഗം ടി.വി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഖനനവും ഗവേഷണവും പൂർണ്ണമായും പൊതു ഉടമസ്ഥതയിലായിരുന്നു. ഭരണഘടനയനുസരിച്ച് പൊതുവിഭവങ്ങൾ നാടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നാണ്. അതിനായി സർക്കാരിൽ പരിപൂർണമായി നിക്ഷിപ്തമാക്കണം എന്നാണ്. എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തീരദേശ മേഖലയടക്കം പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്. ഇത് തീരദേശവാസികളെ പരിപൂർണമായി ഈ മേഖലയിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ ഇടയാക്കുന്ന ഒന്നാണ്. ഈ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും അല്ലാത്തപക്ഷം കേരള ജനത ഒറ്റക്കെട്ടായി നേരിടുമെന്നും ടി.വി. രാജേഷ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓഫ്ഷോർ മേഖലയിൽ ഖനനം നടന്നാൽ ആ ഖനനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ പറഞ്ഞു, ഏതാണ്ട് 4 ടൺ മണലെടുക്കുമ്പോൾ ഏതാണ്ട് അതിൽ 1.5 ടണ്ണിലധികം വരുന്നത് പലതരത്തിലുള്ള മാലിന്യങ്ങളാണ്, ചളിയാണ്. ഇത് ആ പ്രദേശത്ത് മാത്രമല്ല, ഇത് കേരളത്തിന്റെ കടലോര മേഖല മുഴുവൻ യഥാർത്ഥത്തിൽ ബാധിക്കാൻ പോകുന്നതാണ്. കേരളത്തിന്റെ കടലോര മേഖലകളിലേക്ക് ഈ ചളിയും മാലിന്യവും വ്യാപിക്കും. അതോടൊപ്പം തന്നെ ഈ കടൽ ഖനനം ചെയ്യാവുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഇതും കടലിൽ കലരും. ഇത് മത്സ്യങ്ങളുടെ പ്രജനനത്തെ ബാധിക്കും, മത്സ്യസമ്പത്തിനെ ബാധിക്കും. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കടൽ തീരത്ത് മത്സ്യവിഭവങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം ഇതിന്റെ ഭാഗമായി സംജാതമാകും. അപ്പോ തീരദേശത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് പട്ടണമാണ് ഈ പറയുന്ന തീരദേശ മേഖല കോർപ്പറേറ്റുകൾക്ക് തീർത്തി കൊടുക്കാനുള്ള തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പിന്മാറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയതീതമായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ജീവൻ കൊടുത്തും കോർപ്പറേറ്റുകൾക്ക് കടൽത്തീരം തീരമായി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഏതറ്റം വരെയും പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ധീരവസഭ നേതാവ് ടി. സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ നിശാന്ത്, അഡ്വക്കേറ്റ് പി. സന്തോഷ്, താവം ബാലകൃഷ്ണൻ, എ. അശോകൻ, ഇർഫാൻ, കെ. രാജീവൻ, ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ ഹർത്താലിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി. ഹാർബറും മത്സ്യ മാർക്കറ്റുകളും അടഞ്ഞുകിടന്നു. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിനെതിരെ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കേസ്. വനിതാ ജയിലിലെ സഹതടവുകാരിയായ വിദേശ വനിതയെയാണ് ഷെറിനും മറ്റൊരു സഹതടവുകാരിയായ ഷബ്നിയും ചേർന്ന് മർദ്ദിച്ചതെന്നാണ് പരാതി. സംഭവത്തിൽ തടവുകാരിക്ക് പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ തടവുകാരി വനിതാ ജയിൽ സൂപ്രണ്ടിന് നൽകിയ പരാതി സൂപ്രണ്ട് ടൗൺ പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 4:30-നാണ് പോലീസ് ജയിലിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്തത്. ഷെറിനെ വിട്ടയക്കാനുള്ള സർക്കാർ തീരുമാനം വിവാദമായിരിക്കെയാണ് പുതിയ സംഭവം. സിറ്റി ന്യൂസ്, കണ്ണൂർ. അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കണ്ണൂരിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം നടത്തി. DCC കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ആശാവർക്കർമാര് അവര് ജോലിക്ക് ഹാജരാകുന്നില്ല എങ്കിൽ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സമരത്തിൽ നിന്ന് അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള
ഒരു തീരുമാനവുമായി ഗവൺമെൻറ് ഒരു ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓർഡർ കത്തിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ ഞങ്ങൾ നടത്താൻ വേണ്ടി KPCC നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമരം നമ്മുടെ ധാർമ്മികമായ ഒരു സമരമാണ്. ഈ സമരത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം 7000 രൂപയാണ് ഒരു ആശാ വർക്കർമാർക്ക് അവർക്ക് അവരുടെ തൊഴിൽ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ആ 7000 രൂപ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇവിടെ നിത്യോപയോഗ 8 വർഷം 9 വർഷമായി ഇവിടെ സാധനങ്ങൾക്ക് നിത്യേന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂനികുതി വർദ്ധിക്കുന്നു. എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം 7000 രൂപ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു കുടുംബം പുലർത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ പരിരക്ഷിക്കാൻ സാധിക്കാത്ത, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കാഴ്ചപ്പാടിലാണ് ഇത്തരം സമരവുമായി അവർ ഒന്നിച്ചു വന്നിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൂൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, നേതാക്കളായ VV പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് P ഇന്ദിര, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, CT ഗിരിജ, ഉഷാകുമാരി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തീരദേശ മേഖലയടക്കം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കേന്ദ്ര സർക്കാർ. ഇതിനായാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് TV രാജേഷ്. ബ്ലൂ ഇക്കോണമി തീരദേശവാസികളെ വേരോടെ പിഴുതെറിയുമെന്നും രാജേഷ്. തീരദേശ ഹർത്താൽ പൂർണ്ണം. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആശാ വർക്കർമാർ. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ RMS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധം. നിർമ്മാണ മേഖലാ പ്രതിസന്ധിയിൽ സർക്കാർ കനിയണം. സംയുക്ത സമരസമിതി കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. പുഴമണൽ ശേഖരണത്തിലെ അവ്യക്തത നീക്കണമെന്ന് KP സഹദേവൻ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ RMS പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക, വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കുക, വിരമിക്കൽ പ്രായം 65 ആക്കുക, ആശമാർക്ക് ESIയും PFും അനുവദിക്കുക, ആശമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നമ്മുടെ ആരോഗ്യ മേഖലക്കകത്ത് എല്ലാ മേഖലയും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, ഒന്നിച്ച് കൈപിടിച്ചുകൊണ്ട്, ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കാൻ ആശാ വർക്കർമാർ നടത്തിയ സേവനം മഹത്തരമായ സേവനമാണ്. ആ മഹത്തരമായ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിനകത്താകെ നമ്മുടെ മനുഷ്യരെ കോവിഡ് ബാധിച്ച് പടഞ്ഞു മരിക്കുന്ന അവസരത്തിലും ശ്വാസം കിട്ടാതെ മരിച്ചു വീണപ്പോഴും ഈ കേരളത്തിനകത്ത് പ്രതിരോധ പ്രവർത്തനം ഏറ്റവും
ഏറ്റവും ഭംഗിയായി നടത്തി പൂർത്തിയാക്കാൻ സുപ്രധാനമായ പങ്ക് വഹിച്ച പ്രവർത്തകരാണ് ആശാപ്രവർത്തകർ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ ശ്രീജ അധ്യക്ഷയായി. സെക്രട്ടറി ബീന കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ വി പ്രീത, CITU ജില്ലാ സെക്രട്ടറി E സുർജി തുടങ്ങിയവർ സംസാരിച്ചു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമരക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാർ ഉത്തരവിനെതിരെയും മുണ്ടേരി കാഞ്ഞിരോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുണ്ടേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. മുൻ KPCC മെമ്പർ മുണ്ടേരി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സമരം പരാജയപ്പെടുത്താനും സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പേരിൽ കള്ളക്കേസെടുക്കാൻ ഭീഷണിപ്പെടുത്താനും അതിലധികം അവരെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിറക്കിക്കൊണ്ട് കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ കണ്ടവരാണ് നമ്മൾ. ആവശ്യത്തിനും അനാവശ്യത്തിനും നിരന്തരമായി സമരം നടത്തുന്ന ഒരു പാർട്ടി, ആ പാർട്ടി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായി TK ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, കട്ടേരി പ്രകാശൻ, VC നാരായണൻ മാസ്റ്റർ, K രാജീവൻ മാസ്റ്റർ, ശശിധരൻ പാട്ടേത്ത്, M ഫൽഗുണൻ, ചന്ദ്രൻ കാണിച്ചേരി, K ബിന്ദു, EK ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികൾ കലക്ടറേറ്റ് മാർച്ച് നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാരം സുപ്രീം കോടതിയുടെ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഒരു വിധിയുണ്ട്. ആ വിധി എന്താ? വെള്ളത്തിന്റെ മേലെ മണലുണ്ടെങ്കിൽ മാത്രമേ മണൽ വാരാൻ പാടുള്ളൂ. വെള്ളത്തിന്റെ മേലെ മണലുണ്ടെങ്കിൽ മാത്രമേ മണൽ വാരാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഹരിത ട്രൈബ്യൂണലിന്റെ വിധിയെ. അങ്ങനെ ഏത് നദിയാപ്പ നമ്മുടെ സംസ്ഥാനത്ത് വെള്ളത്തിന്റെ മേലെ മണലുള്ള നിലനിൽക്കുന്ന നദി? ഒരുപക്ഷെ ഭാരതപ്പുഴ പറഞ്ഞേക്കാം. ഇപ്പോഴേ മറ്റ് 44 നദികളിൽ ഏതെങ്കിലും നദിയിൽ വെള്ളത്തിന്റെ മേലെ മണൽ എന്ന രീതി നിൽക്കുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം അധ്യക്ഷനായി. സംയുക്ത സമരസമിതി കൺവീനർ MA കരീം മുഖ്യപ്രഭാഷണം നടത്തി. C വിജയൻ, TV നാരായണൻ, അരക്കൻ ബാലൻ, P ശശിധരൻ, ആലിക്കുഞ്ഞി പന്നിയൂർ, KP രാജൻ, അബ്ദു മൂന്നാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്ത് M ജയചന്ദ്രൻ. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ജയചന്ദ്രനും കുട്ടികളും പാട്ടുപാടി പരിപാടി കളറാക്കിയത്. SN കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശീല വീഴും. അവസാന ലാപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയെന്നും. ബുധനാഴ്ച തുടങ്ങിയ സ്റ്റേജ് മത്സരങ്ങൾ വെള്ളിയാഴ്ച വരെ നീളും. മൺമറഞ്ഞ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ MTയുടെ തിരക്കഥകളുടെ പേരിട്ട 8 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. 33 സ്റ്റേജ് ഇനങ്ങളിലായാണ് മത്സരം. കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ കോളേജുകളിൽ നിന്നുള്ള 8,000-ലധികം പ്രതിഭകളാണ് മത്സരിക്കുന്നത്. ഒരുപാട് യുവജനോത്സവങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കലോത്സവങ്ങളിൽ എന്റെ 2ാം ക്ലാസ് തൊട്ട് ശാസ്ത്രീയ സംഗീതത്തിനും ലളിത സംഗീതത്തിനും അതുപോലെ പദ്യപാരായണത്തിനും ഗ്രൂപ്പ് മ്യൂസിക്കിനും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ പല പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടുണ്ട്, പല പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടില്ല. എല്ലാം ഉണ്ട്. ഫസ്റ്റ് ആയിട്ടുണ്ട്, സെക്കൻഡ് ആയിട്ടുണ്ട്, തേർഡ് ആയിട്ടുണ്ട്, ഒന്നുമല്ലാതെയും ആയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ആവാനാണ് ശ്രമിക്കുക, അല്ലെ? എല്ലാവരും ഫസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഹൈപ്പോത്തറ്റിക്കൽ ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ എല്ലാവരും ഫസ്റ്റ് ആവുക. അപ്പോഴാണ് സമത്വം ഉണ്ടാവുക, അവിടെയാണ് സൗന്ദര്യം ഉണ്ടാവുക, അവിടെയാണ് അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ സൗന്ദര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഫസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാവരും ഫസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാനും സാധിക്കണമേ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടവും ഒരു മൊമെന്റുമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, പയ്യന്നൂർ കോളേജ്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജുകൾ തമ്മിലാണ് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത്. ചിട്ടയോടെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. സിറ്റി ഈണം സംഗീത കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത ഗായിക മിനി സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ സ്നേഹം, സംഗീതമുള്ളിടത്ത് എന്തായാലും സ്നേഹമുണ്ടാവും. നമ്മളിനി അത് എത്ര വേണ്ടാന്ന് വെച്ചാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതൊക്കെ മാറിപ്പോവാൻ വളരെ കുറച്ച് സമയം വരും. അത് വെച്ചോണ്ടിരിക്കാൻ സംഗീത ആസ്വാദകരൊക്കെ സംഗീതം മനസ്സിലുള്ള ഒരാൾക്കും പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇതിന് തുടക്കം കുറിച്ചവരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. ഷഫ്ക യാസർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെയും മുതിർന്ന അംഗങ്ങളെയും ഡോക്ടർ സുമ സുരേഷ് വർമ്മ അനുമോദിച്ചു. ചടങ്ങിൽ സമീറ മെഹബൂബ്, വാസ്കോ റഫീഖ്, സിന്ധു, ജഫ്സീന, ധന്യ സുജേഷ്, നാസർ മൈലാഞ്ചി, ഷാസ്മിൻ CC, ഡോക്ടർ ഉദയൻ, അഖിലേഷ്, ബിന്ദു അഖിലേഷ്, അനസ് തായത്ത്, CK സുജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗാനമേളയും കുട്ടികളുടെ ഡാൻസും മജാക്ക് ദിനേശനും പാർട്ടിയും അവതരിപ്പിച്ച മിമിക്രിയും അരങ്ങേറി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8010, പവന് 64,080 രൂപ, വെള്ളി 106 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തീരദേശ മേഖലയടക്കം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കേന്ദ്ര സർക്കാർ. ഇതിനായാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് TV രാജേഷ്. ബ്ലൂ ഇക്കോണമി തീരദേശവാസികളെ വേരോടെ പിഴുതെറിയുമെന്നും രാജേഷ്. തീരദേശ ഹർത്താൽ പൂർണ്ണം. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആശാ വർക്കർമാർ. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ RMS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധം. നിർമ്മാണ മേഖലാ പ്രതിസന്ധിയിൽ സർക്കാർ കനിയണം. സംയുക്ത സമരസമിതി കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. പുഴമണൽ ശേഖരണത്തിലെ അവ്യക്തത നീക്കണമെന്ന് KP സഹദേവൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.